സ്നേഹിതരെ, യേശു ജീവിതത്തിൽ 2 പേർക്ക് രോഗശാന്തി നൽകിയ സുവിശേഷ ഭാഗം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മുഴുവനായിട്ട് ഒന്ന് കേൾക്കാം. രോഗം മൂലം കഷ്ടപ്പെടുന്നവർക്ക് രോഗത്തിൽ നിന്ന് ശാന്തി നൽകുന്ന അത്ഭുത സുവിശേഷം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, വീഡിയോ കണ്ടു തുടങ്ങും മുമ്പ് സ്നേഹത്തോടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവനാമത്തിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവത്തിൻ്റെ സുവിശേഷം ലോകത്തുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. രോഗം മൂലം കഷ്ടപ്പെടുന്നവർക്ക് രോഗശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട 2 സുവിശേഷ ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. യേശു ആദ്യമായി പ്രവർത്തിച്ചൊരു സുവിശേഷ ഭാഗം പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായമാണ്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ആ അത്ഭുത സുവിശേഷം നമുക്കൊന്ന് കേട്ടു നോക്കാം. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, "കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും." യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, "എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ." തക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനോട് പറഞ്ഞു, "നീ ഇത് ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക." ആമേൻ. ഇനി മറ്റൊരു സുവിശേഷ ഭാഗം കൂടി നോക്കാം. തളർവാത രോഗിയെ സുഖപ്പെടുത്തിയ സുവിശേഷം. അതും മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 9-ാം അധ്യായത്തിൽ പരാമർശിക്കുന്നു. യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവർ ഒരു തളർവാത രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാത രോഗിയോട് അരുൾ ചെയ്തു, "മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു." അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു, "ഇവൻ ദൈവഭൂഷണം പറയുന്നു." അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു, "നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് വിചാരിക്കുന്നതെന്ത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ?" ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ അവൻ തളർവാത രോഗിയോട് പറഞ്ഞു, "എഴുന്നേറ്റ് നിന്റെ ശയ്യയെടുത്ത് വീട്ടിലേക്ക് പോകുക." അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇത് കണ്ട ജനക്കൂട്ടം ഭയചകിതരായി. മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇനി നമുക്ക് പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്ന ആ സുവിശേഷ ഭാഗം കൂടി ഒന്ന് നോക്കാം. ദൈവത്തിൻ്റെ നന്മയുള്ള മക്കളായി വളരുവാനും പിശാചിൻ്റെ ചതിയിൽപ്പെടാതെ മുന്നോട്ടു പോകാനും ഇന്നത്തെ തലമുറയെ നയിക്കാൻ ഈ സുവിശേഷ ഭാഗം ഒരു വഴികാട്ടിയാകട്ടെ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ വരുന്ന പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്ന ആ ഭാഗ്യം ചെയ്ത സുവിശേഷം നമുക്കൊന്ന് നോക്കാം. യേശു മറുകരെ ഗദറായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറകളിൽ നിന്ന് ഇറങ്ങി വന്ന 2 പിശാച് ബാധിതർ അവനെ കണ്ടുമുട്ടി. ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അവർ അട്ടഹസിച്ചു പറഞ്ഞു, "ദൈവപുത്ര, നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സമയത്തിനു മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ?" അവരിൽ നിന്ന് അല്പം അകലെ വലിയൊരു പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു. പിശാചുകൾ അവനോട് അപേക്ഷിച്ചു,
നീ ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. അവൻ പറഞ്ഞു, പൊയ്ക്കൊള്ളുവിൻ. അവ പുറത്തു വന്നു പന്നികളിൽ പ്രവേശിച്ചു. പന്നിക്കൂട്ടം മുഴുവൻ കിഴുക്കാംതൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നി മേയ്ക്കുന്നവർ ഭയപ്പാടോടെ പട്ടണത്തിലെത്തി എത്തി എല്ലാ കാര്യങ്ങളും പിശാച് ബാധിതർക്ക് സംഭവിച്ചതും അറിയിച്ചു. അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു. അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിൻ്റെ അത്ഭുതം നിറഞ്ഞ ഈ സുവിശേഷ ഭാഗങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്കും നല്ല വഴികൾ സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്.